ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൂരെ എവിടെയോ കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചത്തിന്റെ പിന്നാലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. മാഡത്തിന് കൂട്ടായി ഞാനുണ്ടാവും. ദിവ്യയും കുഞ്ഞിനെയും ഇവിടെ വർമ്മ സാറിനും യാമിനും മാഡത്തിനും വലിയ ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവരെല്ലാവരും നിങ്ങളുടെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? അത് മാത്രമല്ല, നാളെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തിരിച്ചറിയുമ്പോ അന്ന് വർമ്മ സാറായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സ്വന്തം മരുമകൻ ചെയ്ത തെറ്റ് കണ്ടുപിടിക്കാനായില്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹം സാറിനെ വേട്ടയാടും. അതൊരിക്കലും ഉണ്ടാവരുത്. വർമ്മ സാറിന് വേണ്ടി കുറച്ചു നാള് നിങ്ങളൊന്ന് സഹിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം. എന്താ രാജു, എന്തു പറ്റി? ചെറിയമ്മേ, ഇവരിവിടുന്ന് പോവാണെന്നാ പറയുന്നത്. പോവുന്നോ? എവിടേക്ക്? നിങ്ങൾ എവിടേക്ക് പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊരു ധർമ്മത്തിന്റെ പോരാട്ടാ. ഇതിൽ നമ്മൾ ജയിക്കണം. തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല. രാജു, ദീപകിന്റെ തന്നെയാണ് ഈ കുഞ്ഞെന്ന് രാജു തെളിയിച്ചിരിക്കണം. അമ്പയെ ചേച്ചിയുടെ ദുർബുദ്ധിക്ക് ഈ കുഞ്ഞ് ഇരയാവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ആർക്കും പറ്റില്ല. അതെ, അത് തന്നെ യാമിനി മാഡം ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്ന. ദിവ്യ, നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെ കാണണം. നിന്റെ ചേച്ചി നിന്നോടൊരു കാര്യം ചോദിക്കുന്നേ നീ വിചാരിക്കാവൂ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ മകൾക്ക് ഒരു പോറല് പോലും ഉണ്ടാവില്ല. ഞാനുണ്ട്, ശേഖരേട്ടനുണ്ട്, ഋതുമോളുണ്ട്, രാജു ഉണ്ട്. ഇത്രയും പേര് ഇവിടെ ഇല്ലേ? നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെയോ മകളെയോ ഒരിക്കലും അവരുപദ്രവിക്കില്ല. നിങ്ങളെ അപമാനിതരാക്കാനും വിഷമിപ്പിക്കാനും അവര് ശ്രമിച്ചെന്നിരിക്കും. അതിനെ തടയാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കും. മോളിങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. എന്താ മോളെ നമ്മൾ ചെയ്യേണ്ടത്? ദിവ്യ, പ്ലീസ്, മാഡം എന്നോട് ഇങ്ങനെ അപേക്ഷിക്കൊന്നും ചെയ്യരുത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് വിഷമാവും. എനിക്ക് ഏറ്റവും വിഷമം അംബിക മാഡവും ദീപക് സാറും എന്നോട് കാണിക്കുന്നതിലല്ല, അതിന്റെ ഇടയിലെല്ലാം നിന്ന് നിങ്ങൾ ഒരുങ്ങുന്നതില്ല. അതോർത്തിട്ട എന്റെ ചങ്ക് പടയുന്നത്. എല്ലാം ഈ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഒരു ബാല്യത്തിലൂടെയും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള കൗമാരത്തിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാ ഞാൻ. അപ്പോ നഷ്ടപ്പെടലിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിന് അവൻ അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടുകൂടാ. അതിനെന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ നീയും അതിന് തയ്യാറാവണം. ശരി മാഡം. നിങ്ങള് ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. നിങ്ങൾ വന്നേ. വാ ദിവ്യ, വാടാ, അകത്തേക്ക് പോ. വാ. വാ. ഞാൻ വെച്ച കാർഡിന് മുകളിൽ അംബിക മാഡം അങ്ങനെ ഒരു ചെക്ക് വെക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണമായിരുന്നു. മാഡത്തിന് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി എന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പിഴവുണ്ടാവില്ല. എന്താ രാജു ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ
ഒരിക്കലും കരുതിയില്ല രാജു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? ആ DNA റിപ്പോർട്ട് രാജു കൊണ്ടുവരുമെന്ന് അമ്മായിക്ക് നേരത്തെ അറിയായിരുന്നോ? ഇല്ല മാഡം, ഞാൻ DNA റിപ്പോർട്ടുമായിട്ട് വരുമെന്ന് അംബിക മാഡം അറിയാൻ ഒരു ചാൻസും ഇല്ല. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതുമല്ല മാഡം. പാവം ദിവ്യ കൈക്കുഞ്ഞായിട്ട് ഇപ്പൊ ദീപകിന്റെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. നാളെ ഇനി ദീപകിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ രാജു? ഇല്ല മാഡം, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശ്രമിക്കാം. വർമ്മ സാറ് നടത്താൻ പോകുന്ന പരീക്ഷണത്തില് ദിവ്യയുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് തെളിയിക്കണം. മാഡത്തിന് എന്തോ ഒരു നിരാശ. ഒരു ഭാഗത്ത് എന്നെ വട്ടമിട്ട് പറക്കുന്ന റോഹൻ, റോഹനെതിരെയും എനിക്കെതിരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമ്മായിയും ദീപക്കും. ഇവര് തീർത്ത ചക്രവ്യൂഹത്തിന്റെ ഇടയിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും രാജു? ഋതിക മാഡം, അതോർത്ത് വിഷമിക്കണ്ട. മാഡത്തിന്റെ കൂടെ ഞാനുണ്ട്. ഞാനുണ്ടാവൂ എന്നും. മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കി എന്റെ ഒപ്പം എന്ന് നീ ഉണ്ടാവൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. എല്ലാ പ്രശ്നങ്ങളും മാറി സമാധാനപരമായ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒരിക്കലും കൈവിടണ്ട മാഡം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൂരെ എവിടെയോ കാണുന്ന പ്രതീക്ഷയുടെ വെളിച്ചത്തിന്റെ പിന്നാലെയല്ലേ നമ്മുടെയൊക്കെ ജീവിതം. മാഡത്തിന് കൂട്ടായി ഞാനുണ്ടാവും. തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഓരോ പൗരനും അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആ സുദിനം. നാളെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. 16ാമത് കേരള നിയമസഭയിലേക്കുള്ള 140 സാമാജികരെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. തിരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരണപക്ഷത്തുള്ള പാർട്ടി DDKക്ക് വിജയസാധ്യതയെന്ന് പൊതുവെ പറയപ്പെടുന്നു. എന്താ ചെയ്യേണ്ടത്? ഇവരെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ എന്താ വഴി? അത് വേണ്ട ചേട്ടാ, ആ ഇതാ കട്ടൻ കാപ്പി. ആ നല്ല ചൂട് കട്ടൻ കാപ്പി കുടിച്ചാലേ ചിന്തിക്കാനൊക്കെ ഒരു ഉന്മേഷം വരും. അതാ നിന്നോട് ഞാൻ കട്ടൻ കാപ്പി എടുക്കാൻ പറഞ്ഞേ. എന്താ ചേട്ടാ ഇത്ര കഷ്ടപ്പെട്ട് ആലോചിക്കുന്നേ? വേറെന്താ ആലോചിക്കേ? എന്റെ അളിയനെ കൊണ്ട് രമ്യ എങ്ങനെയെങ്കിലും കെട്ടിക്കാനുള്ള വഴി ആലോചിക്കുന്നത്. ആ ബെസ്റ്റ്. നോവിനാലേ